आज मैं आप लोगों से उत्पत्ति की किताब से पैदाइश उस पुस्तक से जो है बात करने के लिए चाहता हूँ। इन दिनों में परमेश्वर उस वचनों से मुझसे बात कर रहा है। ഉൽപ്പത്തി പുസ്തകത്തിലെ ആ പ്രത്യേക ആലോചനയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ പുസ്തകത്തിലേക്കുള്ള ഒരു ചെറിയൊരു ആമുഖം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. इस पैदाइश नहीं तो उत्पत्ति के पुस्तक के उस वचनों में आने से पहले इसके बारे में इस पुस्तक के बारे में एक सूचना आपको मैं देना चाहता हूँ। ഈ പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകമാണെന്ന് എല്ലാവർക്കും അറിയാം. സൃഷ്ടിപ്പിന്റെ ആരംഭം, മനുഷ്യകുലത്തിന്റെ ആരംഭം, ഈ ലോകത്തിന്റെ ആരംഭം, കുടുംബജീവിതത്തിന്റെ ആരംഭം, ആ, എല്ലാത്തിന്റെ ആരംഭം, തൊഴിലുകളുടെ ആരംഭം, എല്ലാത്തിന്റെ ആരംഭം നാം ഈ പുസ്തകത്തിൽ കാണുന്നു. जिस तरह इसका नाम है पैदाइश, हर चीज का पैदाइश को हम लोग देख सकते हैं। इंसान की पैदाइश को, वहाँ पर हम पारिवारिक जीवन के पैदाइश को, काम का पैदाइश को, हर एक चीज की पैदाइश को जो है इस पुस्तक में हम लोग देख सकते हैं। ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കുറിവാക്യവും ആ, അതിന്റെ താക്കോൽ വാക്കും ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. इस पुस्तक का की वर्ड्स को जो है मैं आप लोग को जरा परिचित कराता हूँ। എന്നാൽ മാത്രമേ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ദൂത് മനസ്സിലാകുകയുള്ളൂ. अगर वो की वर्ड्स को समझेंगे तो ही आज का संदेश को हम समझ पाएंगे। ഉൽപ്പത്തി പുസ്തകത്തിന്റെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് ഉൽപ്പത്തി 3:15 പാപാനന്തരം മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ തന്നെ ആദ്യമായി ദൈവം ഒരു വാഗ്ദത്തം മനുഷ്യന് നൽകുകയാണ്. വാഗ്ദത്തത്തെക്കാൾ ഉപരി അതിനെ വിളിക്കുന്നത് പ്രോട്ടോ ഇവാഞ്ചലിയോൻ. ബൈബിളിലെ ആദ്യത്തെ സുവിശേഷമാണ് ഉൽപ്പത്തി 3:15. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. इस पुस्तक के जो की वर्ड्स है पैदाइश 3:15 है। उत्पत्ति 3:15 है। उस 3:15 में परमेश्वर जो है, जिस तरह इंसान के पाप के गिरने के कारण परमेश्वर ने उसे तो न्याय दंड तो दिया, लेकिन साथ में परमेश्वर जो है उसे वायदा भी करता है। और वो वायदा क्या है कि स्त्री का वंश जो है सांप के सिर को कुचल डालेगा कर कर जो वायदा वहां पर परमेश्वर एक आशा भी वहां पर देता है, हम देख सकते हैं। ഇവിടെ നോക്കി, സ്ത്രീയുടെ സന്തതി, സീഡ്, വംശ്. ആ സന്തതി എന്ന വാക്കാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെയും ഒരർത്ഥത്തിൽ ബൈബിളിന്റെയും തന്നെ ഒരു താക്കോൽ എന്ന് പറയുന്നത്. और ये वंश करके, जो स्त्री का वंश करके जो बात है, ये केवल पैदाइश पुस्तक का की वर्ड या की वर्ड्स काली नहीं है, बल्कि पूरे बाइबल को अगर हम देखेंगे तो ये स्त्री का वंश को, नस्ल को वहां पर हम लोग देख सकते हैं। 59 തവണ, മറ്റു പുസ്തകങ്ങളെക്കാൾ ഉപരി 59 ടൈംസ് ഈ സീഡ് എന്ന വാക്ക് നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. और ये 59 बार जो है सीड करके, ना तो नस्ल, वंश करके जो वर्ड है हम लोग इस पुस्तक में देख सकते हैं। ഈ സ്ത്രീയുടെ സന്തതി ആരാണെന്ന ഒരു ചോദ്യം ഈ വാഗ്ദത്തം കേട്ടവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. देखिए, ये स्त्री का नस्ल कौन है, ये वंश कौन है करके जो जब ये यहाँ पर लिखा जाता है तो उसका सवाल हमारे अंदर होना चाहिए कि ये कौन है करके। ഇത് കൈൻ ജനിച്ചപ്പോൾ കൈനാണെന്നോ ഹാബേൽ ജനിച്ചപ്പോൾ ഹാബേലാണെന്നോ ഒക്കെ ഹൗവ ചിന്തിച്ച് കാണാം. പക്ഷെ നമുക്കറിയാം, ചേട്ടൻ അനിയനെ കൊന്നു, പിന്നെ സേത്ത് ജനിക്കുന്നു. സേത്ത് ആകാമോ എന്ന് ഹൗവ ചിന്തിച്ച് കാണാം. പക്ഷെ ഇവരാരുമല്ല ഈ സന്തതി. സന്തതി എന്ന വാക്ക് പലതവണ ഉണ്ടെങ്കിലും ഈ സന്തതി ആരാണെന്ന് അറിയണമെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിച്ച് ഈ ദേശം അവർക്ക് അവകാശമായി നൽകും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രത്തെ പോലാകും. ആ സന്തതി എന്ന വാഗ്ദത്തം ആവർത്തിക്കുന്നെങ്കിലും ഈ സന്തതി ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ നാം പുതിയ നിയമത്തിൽ വരണം. देखिए, ये वंश कौन है, ये नस्ल कौन है करके शायद अव्वा ने सोचा होगा। उनके दो बेटों में से कोई एक बेटा हो सकता है, उसके बाद पैदा हुआ सेत हो सकता है करके शायद अव्वा ने सोचा होगा। लेकिन ये नस्ल कौन है करके पुराने नियम में हमें वहाँ पर नहीं समझ में आता, बल्कि नए नियम में आएंगे तो ही ये नस्ल कौन है, वंश कौन है करके हमें समझ में आता है। ഗലാത്യർ 3:16 എടുക്കണ്ട. അവിടെയാണ് പൗലോസ് വ്യക്തമായി പറയുന്നത്, അബ്രഹാമിനും സന്തതിക്കും വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടു. സന്തതികൾക്കെന്ന് അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന് ഏകനെ കുറിച്ച്, ആ സന്തതി ക്രിസ്തു തന്നെ എന്ന് പൗലോസ് തെളിയിച്ച് അസന്നിഗ്ധമായി പറയുകയാണ്.
गलातियों 3 का 16 में पौलुस बड़े सरल तरीके से कहता है कि वहां पर प्रतिज्ञा जो अब्राहम से परमेश्वर ने किया था, तेरे नस्ल को दिया जाएगा, और वो नस्ल या वंश को नहीं बल्कि वंशों को नहीं बल्कि वंश करके लिखा है, और वो वंश मसीह है कर कर बड़े सरल तरीके से पौलुस कहता है 3 का 16 में, गलातियों 3 का 16 में। ഇപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ബൈബിളിന്റെ ആ പൂർണ്ണ സമഗ്രമായ കഥ, ആ നാരറ്റീവ്, ആ വിവരണം എന്ന് പറയുന്നത് മാനവജാതിയെ പാപത്തിന്റെ അധീനതയിൽ നിന്നും പഴയ പാമ്പിന്റെ കടിയിൽ നിന്നും വിടുവിക്കുന്ന ഒരു സന്തതി വരും. ആ സന്തതിയുടെ വാഗ്ദത്തമാണ് ബൈബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂത്. ആ സന്തതി ക്രിസ്തുവാണ്. കാൽവറി ക്രൂശിൽ ആ സർപ്പത്തിന്റെ തലയെ ആ സന്തതി തകർത്തു. അതാണ് സുവിശേഷം. देखिए, ये नस्ल, स्त्री का नस्ल आएगा जो पाप में गिरा हुआ इंसान, सांप के काटने के कारण पाप में गिरा हुआ इंसान को बचाने के लिए एक नस्ल आने वाला है, एक वंश आने वाला है. वो वंश कौन है? नए नियम में आएंगे तो यीशु मसीह है, जिसने कालवरी के सूली पर शैतान के अरे कामों को से जीत कर इस पाप में गिरा हुआ इंसान को छुड़ाने के लिए आया हुआ नस्ल, वंश यीशु मसीह कर कर हम लोग देख सकते हैं. ये है पूरा बाइबल का सारांश. ഈ വെളിപ്പാടിൽ വേണം നാം ഉൽപ്പത്തി പുസ്തകം വായിക്കാൻ. और इसी सोच में हम लोग पैदाइश को नहीं तो उत्पत्ति के पुस्तक को पढ़ना है. കഥകളായിട്ട് അബ്രഹാമിന്റെ കഥ, ഇസഹാക്കിന്റെ കഥ, ആദം ഹവ്വയുടെ കഥ, ഇങ്ങനെ സൺഡേ സ്കൂളിൽ കഥകളായിട്ട് പഠിക്കുന്നത് പോലെ വായിക്കുന്നതിനേക്കാൾ ഉപരി ഇതൊരു സന്തതിയുടെ ഒരു ബ്ലഡ് ലൈൻ, ഒരു പാരമ്പര്യമാണ്, ഒരു സന്തതിയുടെ ഒരു വംശാവലിയാണ്. ഒരു സന്തതിയെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം മെനഞ്ഞ പദ്ധതിയാണ് ഉൽപ്പത്തി പുസ്തകം. देखिए, इसके लिए हम लोग जो है पैदाइश के बुक ने तो उत्पत्ति के पुस्तक को एक कहानी के रूप में खाली नहीं पढ़ना, मतलब अब्राहम की कहानी, यूसुफ की कहानी, कहानियों के रूप में खाली नहीं पढ़ना, बल्कि परमेश्वर इंसान को पाप से छुड़ाने के लिए एक नस्ल को भेज रहा है, एक वंश को भेज रहा है. उस वंश के बारे में है कर कर समझ कर इस संदर्भ में इस पुस्तक को पढ़ना है. ഈ സന്തതി പുറത്തു വന്നാൽ ആ പഴയ പാമ്പിന്റെ കൗശല്യവും ആ പോരാട്ടവും അവിടെ തീരുകയാണ്. പിശാചിന്റെ എല്ലാ പദ്ധതികളെയും പൊളിക്കുന്നതാണ് ഈ സന്തതി. അതുകൊണ്ട് തന്നെ ഈ സന്തതിയുടെ വരവ്, അല്ലെ ഈ സന്തതി പുറത്തു വരാതിരിക്കുവാൻ പിശാച് എല്ലാ തലമുറയിലും പോരാടുന്നുണ്ട്. तो अगर हम इस रीति से देखेंगे तो हर एक जनरेशन में, हर एक पन्नों में हम देख सकते हैं कि ये जो वायदा किया हुआ नस्ल नहीं आने के लिए, परमेश्वर का वायदा प्रतिज्ञा पूरा नहीं होने के लिए शैतान हर एक नस्ल को, हर एक जनरेशन में बाधाओं को डालता हुआ हम लोग देख सकते हैं. ഇന്ന് നാം ഉൽപ്പത്തി 37 അധ്യായം മുതലുള്ള അധ്യായങ്ങളിലെ നമ്മൾ യോസേഫിന്റെ കഥയായി മാത്രം കാണുന്ന ആ വിവരണത്തിൽ നിന്ന് ചില പ്രധാനപ്പെട്ട ദൂതുകളാണ് ഞാൻ നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്നത്. और उत्पत्ति की किताब 37, पैदाइश 37 के चैप्टर से आगे यूसुफ की जिंदगी का कुछ बातों को आप लोग के सामने में बताने के लिए चाहता हूं. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു തെളിവ് തന്നെ ഞാൻ അവിടെ കാണിക്കാം. 37 അധ്യായം 2 വാക്യം വായിക്കുമ്പോൾ ഇത് യാക്കോബിന്റെ വംശപാരമ്പര്യം, അല്ലാതെ തുടർന്ന് ഞാൻ യോസേഫിന്റെ കഥ പറയാൻ പോകുകയെന്നല്ല മോശ പറയുന്നത്. ഇത് യാക്കോബിന്റെ ടോളെഡോത്ത് എന്ന എബ്രായ വാക്കാണ്. 11 തവണ ഉൽപ്പത്തി പുസ്തകത്തിനുണ്ട്. ദീസ് ആർ ദ ജനറേഷൻസ്. വംശപാരമ്പര്യം, യാക്കോബിന്റെ വംശപാരമ്പര്യമാണ് 37 മുതലുള്ള അധ്യായങ്ങളിൽ. अगर उसका एक सबूत अगर देखेंगे तो पैदाइश 37 का 2 जरा देखे, उत्पत्ति 37 का 2 में यहां पर लिखा है कि याकूब के वंश के बारे में बोलकर शुरू करता है. देखे, अगर देखा जाएगा तो यूसुफ के बारे में बोलकर शुरू करना चाहिए था, लेकिन यूसुफ का कहानी बोलकर हमें और एक कहानी बताने के लिए नहीं यहां पर ये जो ऑथर चाहता है, बल्कि यहां पर एक प्रिसाइज बात को नहीं तो एक सोच को वहां पर रख कर इस वंश कौन है करके समझाने के लिए ये बात हम लोग देख सकते हैं. तकरीबन 10 से ज्यादा बार ये जनरेशन करके, वंश करके जो वर्ड है इसमें रिपीट होता हुआ हम लोग देख सकते हैं पैदाइश बुक में. വംശപാരമ്പര്യം, യാക്കോബിന്റെ വംശപാരമ്പര്യം. കാരണം എന്താ? ഈ കുടുംബത്തിലാണ്
യാക്കോബിന്റെ 12 മക്കളിൽ ഒരാളിൽ കൂടിയാണ് മഷിഹ വരാൻ പോകുന്നത്. ഈ വംശം, ഈ കുടുംബം ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് മഷിഹ പുറത്തു വരത്തില്ല. മഷിഹ പുറത്തു വരുവാതിരിക്കുവാനുള്ള പോരാട്ടങ്ങൾ എല്ലാം അണിനിരുന്ന് അവിടെ നിൽക്കുമ്പോൾ ഈ കുടുംബത്തെ ഈ അസാധ്യമായ സാഹചര്യങ്ങളിൽ ദൈവം എങ്ങനെ സംരക്ഷിച്ചു എന്ന് ഈ അധ്യായങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. देखिए, याकूब के परिवार से आना चाहिए मसीहा, लेकिन शैतान कितना चालाक कर कर याकूब के परिवार को तबाह करने के लिए देखता है। नहीं तो उसके परिवार को पूरी तरह जनरेशन को तबाह करने के लिए देखता है, लेकिन परमेश्वर जो है उन सारे तबाही करने के विचार के बीच में उस परिवार को संभाल कर किसी भी तरह अपने वंश को, नस्ल को इस दुनिया में लेके आने के लिए परमेश्वर करता हुआ काम को हम लोग इस पैदाइश में देख सकते हैं। ഒരു പുതിയ നിയമ ഉദാഹരണം, പ്രവചന പുസ്തകത്തിലെ ഉദാഹരണം പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം 12 എടുക്കണ്ട. അവിടെ ഒരു സ്ത്രീ പ്രസവിക്കുന്നു, വലിയ പ്രസവ വേദനയിലായി സ്ത്രീ പ്രസവിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അതിന് പല വ്യാഖ്യാനങ്ങളും, അവിടേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഈ സ്ത്രീ പ്രസവിക്കുന്ന ആ ശിശുവിനെ വിഴുങ്ങുവാൻ ഒരു സർപ്പം, ഒരു പാമ്പ്, ഒരു എന്താ ബീസ്റ്റ്, ആ ഡ്രാഗൺ ആ കുഞ്ഞിനെ വിഴുങ്ങുവാൻ ഈ സ്ത്രീയുടെ പുറകെ നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ തലമുറയിലും ഈ സ്ത്രീയുടെ സന്തതിക്കെതിരെ വലിയ പോരാട്ടമുണ്ട്. मुकाशवा 12 अध्याय में जब हम लोग पढ़ेंगे तो वहां पर एक स्त्री गर्भवती होती है और उस गर्भवती होकर बाहर आए हुए बच्चे को नाश करने के लिए एक बड़ा सा बीस्ट जो है उसे नाश करने के लिए देखता है। कहने का तात्पर्य यह है कि हर एक जनरेशन में स्त्री के संतान को नाश करने के लिए शैतान जो है ऐसे कन्निंगनेस को, ऐसे कामों को करता है करके हम देख सकते हैं। നിങ്ങൾ ചിലർ ചിന്തിക്കും, ഇത് ഞങ്ങളോടുള്ള ബന്ധത്തിൽ എന്താ ദൂത്, ഇതിൽ എന്താണ് ഞങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം. അതിനുള്ള ഉത്തരം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ മുന്നോട്ട് പോകാം. आप लोग अगर सोचते होंगे इसमें मेरे लिए क्या है, मेरे लिए क्या मैसेज है कर शायद आप लोग में से कुछ लोग सोचते होंगे, वो भी बताकर मैं पैदाइश 37 में आता हूं। ഗലാത്യർ 3:14 നമ്മൾ കണ്ടു ഈ സന്തതി ക്രിസ്തു ആണെന്ന്. പക്ഷെ ഇതേ ഗലാത്യർ 3:29 പറയുന്നത് നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തത്തിന് അവകാശിയും എന്നാണ് गलातियर 3:29 പറയുന്നത്. देखिए, गलातियों 3:16 में हमने देखा कि ये नस्ल, ये वंश यीशु मसीह है करके हमने देखा, लेकिन गलातियों 3:21 में हम देखते हैं कि अगर हम परमेश्वर के संतान है तो कदापि परमेश्वर के संतान होने के अब्राहम 29 29 वचन में जब भी हम लोग पढ़ते हैं तो वहां पर लिखा है कि यदि तुम मसीह के हैं तो अब्राहम के वंश और प्रतिज्ञा के अनुसार वारिस भी हो करके हम देख सकते हैं। അബ്രഹാമിന്റെ വംശം എന്നും അബ്രഹാമിന്റെ സന്തതി എന്നും വാഗ്ദത്തത്തിന്റെ അവകാശം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പറയുന്നത് പോലെ ഒട്ടകവും കഴുതയും കിട്ടുമെന്നല്ല അവിടുത്തെ ദൂത്. ഇന്ന് ക്രിസ്തുവിലായവരാ സന്തതി. ഇന്ന് പിശാച് പോരാടുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചാണ്. ഇന്ന് സീഡ്, ഇന്ന് ലോകത്തിലുള്ള വംശം. പിശാചിന്റെ പോരാട്ടം സഭയെ തകർക്കുക. അതാണ് യേശു പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പാതാള ശക്തികൾ സഭയെ തകർക്കുവാൻ, സ്ത്രീയുടെ സന്തതിയെ തകർക്കുവാൻ സർപ്പം പ്രവർത്തിക്കുന്നത് പോലെ തന്നെ വേറൊരു പിക്ചറാണ്, സഭയെ തകർക്കുവാൻ പാതാള ശക്തികൾ ഒരുങ്ങിയിരിക്കുകയാണ്. പിശാചിനെന്നും ഈ സീഡിനോട്, ഈ വംശത്തോട്, ഇന്ന് സഭയോട് എന്നും പോരാട്ടമാണ്. സഭ അത് തിരിച്ചറിയണം. अब देखिए, कलाम में हम लोग देखते हैं कि स्त्री के वंश के नस्ल के खिलाफ शैतान पहले से ही अपना काम को चलाता आ रहा है। अब हम जानते हैं कि स्त्री का नस्ल यीशु मसीह है, उस नस्ल के बच्चे हैं मैं और आप लोग। इसी तरह शैतान जो है प्रभु के लोगों के खिलाफ भी इसी तरह हर एक बातों में उन्हें दुर्घटना में डालने के लिए देखता है। इसके लिए मसीह कलिसिया को देकर कहता है कि मैं अपनी कलिसिया को बनाऊंगा, अधोलोक का फाटक उस पर जीत नहीं, प्रबल नहीं होगा कर यीशु मसीह कहता है। तो हर एक कलिसिया के प्रभु यीशु मसीह के बीच के खिलाफ शैतान का चालाक है कर समझना है। ഇത് നമ്മൾ കാണാൻ പോകുന്നത് യാക്കോബിന്റെ കുടുംബത്തിനെതിരെ ഉണ്ടായ 3 പോരാട്ടങ്ങളാണ്. ആ 3 പോരാട്ടങ്ങൾ നമ്മളും ഈ 2026 കയറുന്ന ദൈവസഭയും ഈ 3 പോരാട്ടങ്ങളെ അതിജീവിച്ചേ മതിയാകൂ.
देखिए, हम आज देखने के लिए जा रहे हैं याकूब के परिवार में तीन प्रतिकूल अवस्था आया। ये तीन प्रतिकूल अवस्था भी प्रभु के लोगों के जीवन में भी आएंगे। नए साल में जब भी हम लोग जाएंगे, ये तीन प्रतिकूल से मुझे आप लोग को जीत हासिल करना है। ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ യാക്കോബിന്റെ വംശാവലി എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത അതേ വാക്യത്തിൽ പറയുന്നത് ആ കുടുംബത്തിൽ ഒരു ചേർച്ചയില്ലായ്മയുണ്ട്. എന്താ? യാക്കോബ് യോസേഫിനെ, വാർദ്ധക്യത്തിലെ മകനെ സ്നേഹിച്ചത് കൊണ്ട് തന്റെ സഹോദരന്മാർക്ക് തന്നോട് സമാധാനമായി സംസാരിക്കാൻ കഴിയാതെ വണ്ണം തന്നോട് പകയായിപ്പോയി. പിതാവ് തനിക്ക് ഒരു മൾട്ടി കളർ, ഒരു പല നിറമുള്ള അങ്കി കൊടുക്കുന്ന നമുക്ക് കഥ അറിയാം. കഥയേക്കാൾ ഉപരി അവരുടെ ഒരു ദൂത് നാം മനസ്സിലാക്കണം. 37 അധ്യായത്തിൽ ഈ വംശം നേരിട്ട ഒന്നാമത്തെ പോരാട്ടമാണ് സഹോദരന് നേരെ തിരിഞ്ഞ് ആ വംശത്തിന് നിലനിൽപ്പിന് ഒരു ചോദ്യചിഹ്നം അവിടെ ഉണ്ടാകുകയാണ്. देखिए 37 का, उत्पत्ति की किताब 37 का 3 और 4 जरा देखिए। पैदाइश 37 का 3 और 4, वहां पर हम लोग देख सकते हैं ये फैमिली के बारे में इंट्रोड्यूस करने के वक्त ही सबसे पहला बात हम देखते हैं कि भाइयों के बीच में ही एक लड़ाई को हम लोग देख सकते हैं। क्योंकि हम देखते हैं कि बुढ़ापे में पैदा हो गया वो पुत्र था यूसुफ, इसलिए पर यूसुफ ने यूसुफ के लिए रंग बिरंगे कपड़े को जो है बना के देते थे पिताजी। इस कारण से चौथा वचन में लिखा है कि भाई लोग जो है ठीक रीति से अपने भाइयों से बात नहीं करते थे करके हम लोग देख सकते हैं। അവിടെ താഴോട്ട് നാം വായിക്കുമ്പോൾ കഥ അറിയാം, ഞാൻ കഥ വ്യാഖ്യാനിക്കുന്നില്ല. ഈ പ്രതിസന്ധികളെ ആ തലമുറ, ആ കുടുംബം എങ്ങനെ ജയിച്ചു എന്ന ആ ദൂതിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ താഴോട്ട് വായിക്കുമ്പോൾ 18 മുതലുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ സഹോദരൻ ക്ഷേമം അന്വേഷിച്ച് വരുമ്പോൾ ഇതാ സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞിട്ട് 18 വാക്യത്തിൽ പറയുന്നത് അവനെ കൊല്ലുവാൻ അവര് ഗൂഢാലോചന നടത്തുകയാണ്. They plotted to kill him. സ്വന്തം രക്തത്തെ കൊല ചെയ്യുവാൻ സഹോദരങ്ങൾ തമ്മിൽ വലിയ തന്ത്രം മെനയുകയാണ്. उसका 37 का 18 जरा देखे। वहां पर देखते कि यूसुफ के भाइयों ने यूसुफ को किसी भी तरह मार डालने के लिए युक्ति बनाता हुआ हम लोग देखते हैं। मतलब खुद के भाइयों ने खुद के भाई को मार डालने के लिए युक्ति बना रहे हैं। നോക്കിയേ, അവിടെ പല സംഭവങ്ങൾ നടക്കുന്നു. പക്ഷെ ഒരു സഹോദരൻ, അപ്പൻ സ്നേഹം കൂടിയോ സ്നേഹം കൂടുതൽ പ്രകടിപ്പിച്ചോ എന്തോ, ആ മകൻ സ്വപ്നം കണ്ടതോ എല്ലാം കൂടെ വന്നപ്പോൾ ഈ സ്വപ്നക്കാരനെ വകവരുത്തുവാൻ സഹോദരങ്ങൾ പ്ലാൻ ഇടുകയാണ്. देखिए, बाप बुढ़ापन में पैदा हो गया यूसुफ, इसके लिए थोड़ा प्रेम किया उससे ज्यादा, लेकिन ये देखकर उनके भाइयों ने यूसुफ के खिलाफ विरोध किया कर हम देखते हैं। मतलब भाइयों के बीच में एक विरोध को देख सकते हैं। ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രാക്ടിക്കൽ ചില ആപ്ലിക്കേഷൻസ് എൻ്റെ മനസ്സിലുണ്ട്, അവിടേക്ക് ഞാൻ പോകുന്നില്ല. പലയിടത്തും പ്രശ്നം നടക്കുന്നത്, പല കുടുംബങ്ങളിലെ വിഷയം പലപ്പോഴും മാതാപിതാക്കൾക്ക് മക്കളെ ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എവിടെയോ പല മക്കളും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ എനിക്ക് വലിയ സ്നേഹമൊന്നുമില്ല എൻ്റെ അനിയനോട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ഇളയതിനോടോ മൂത്തതിനോടോ ഒക്കെ. ഈ പല മിഡിൽ ചൈൽഡ് പ്രോബ്ലംസ് ഒക്കെ പറയും. അപ്പോൾ ഇതിന്റെ വിഷയം പല വീടുകളിൽ സ്നേഹം കിട്ടിയില്ലെന്നൊരു കംപ്ലൈന്റ് ചെറുപ്പക്കാരൊക്കെ വന്ന് എന്നോട് പറയാറുണ്ട്. അത് അവരുടെ വ്യക്തിപരമായ ഒരു തെറ്റിദ്ധാരണ ആകാനാണ് പലപ്പോഴും സാധ്യത. എന്നാലും മാതാപിതാക്കൾ സൂക്ഷിക്കണം. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഫാമിലിയിൽ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിലനിൽക്കണമെങ്കിൽ ദർ ഷുഡ് ബി നോ പാർഷ്യാലിറ്റി. അതെന്റെ ദൂതല്ല, ഞാനത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. देखिए, कभी कभार नौजवान बच्चे आकर मुझे कहते हैं कि मेरे घर से मुझे प्रेम नहीं मिलता, बल्कि पार्शियलिटी है, पापा या पिताजी उनसे प्रेम करता है ज़्यादा या इनसे प्रेम करता है करके बोलकर बहुत कंप्लेन को लेकर आते हैं। इसमें एक बात मैं रुककर एक प्रैक्टिकल बात कहना चाहता हूँ कि माँ बाप लोग बड़े ध्यानपूर्वक रहना, घर में बच्चों के प्रति कोई पार्शियलिटी नहीं करे, बल्कि जो बच्चे सबको एक प्रकार प्रेम करने के लिए हमें देखना है। വിഷയത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക, ഈ കുടുംബം നേരിട്ട ഒന്നാമത്തെ പോരാട്ടം യോസേഫിനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനായിരുന്നു. ദൈവമായ കർത്താവ് അതിനെ വഴിതിരിച്ചു വിട്ടു. നമുക്കറിയാം റൂബേൻ അതിന് ഇടപെട്ടു. പക്ഷെ റൂബേൻ പോയി വന്നപ്പോഴത്തേക്ക് മിദ്യാനിയർക്ക് തന്നെ വിറ്റ് കളയുക. പക്ഷെ യോസേഫ് എന്ന ആ വ്യക്തി, യോസേഫിന്റെ കഥയല്ല ഇത്, ഇതൊരു കുടുംബത്തിന്റെ വംശത്തിന്റെ കഥയാണ്. പക്ഷെ യോസേഫ് എന്ന വ്യക്തിയെ അന്ന് തട്ടിക്കളഞ്ഞായിരുന്നെങ്കിൽ, അന്ന് വകവരുത്തിയായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ തീർന്നു പോയെന്നെ. അതുപോലൊരു പോരാട്ടമാണ് കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് കുടുംബത്തെ തകർക്കുവാൻ വെളിപ്പെട്ടത്.
तो देखिए, ये परिवार खुद यूसुफ को दुनिया से ही निकाल देने के लिए प्लान कर रहे हैं। यूसुफ को खत्म करने के लिए शुरू से ही वो लोग युक्ति बना रहे हैं। कर कर हम लोग देख सकते हैं परिवार के अंदर ही एक दूसरे को हेट कर कर, नफरत कर कर खत्म करता हुआ एक दुर्घटना को हम लोग देख सकते हैं। ഇതിനെ എങ്ങനെ അതിജീവിച്ചെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ആ മൂന്ന് പോരാട്ടങ്ങൾ ഒന്നും നിരത്തി ഞാൻ വേഗം അതിന്റെ പരിഹാരത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബം നേരിട്ട രണ്ടാമത്തെ പോരാട്ടമാണ് 38 അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ നമ്മൾ കാണുന്നു. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് ഹീര എന്ന പേരുള്ള ഒരു അതുല്യാമിന്റെ അടുക്കൽ ചെന്നു. അവിടെ കൊണ്ട് തിരികെയല്ല, അവിടെ ഷുവ എന്ന പേരുള്ള ഒരു കനാനിന്റെ മകളെ കണ്ടു, അവളെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്നു. എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ വിട്ട് അപ്പച്ചൻ യാക്കോബാകട്ടെ ഇസഹാക്കാകട്ടെ സ്വന്തം കുടുംബം വിട്ട് അവർ പാർത്ത ജാതികളിൽ ഇടകലരാതെ അവരുടെ ആ വംശശുദ്ധി കാത്തപ്പോൾ യഹൂദ ആരാണ്? യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്ന വംശ ഈ സ്ത്രീയുടെ സന്തതി വെളിപ്പെടാനിരിക്കുന്ന ആ ഗോത്രപിതാവ് അപ്പനോ അപ്പച്ചനോ കാട്ടിയ ആ വേർപാട് പാലിക്കാതെ കനാന്യരുമായി ഇടകലരുവാൻ ചുവടുവെക്കുകയാണ്. പുറത്തുനിന്ന് കുടുംബത്തെ അശുദ്ധമാക്കുന്ന ഒരു പോരാട്ടം കുടുംബത്തെ മലിനമാക്കുവാൻ വാദിക്കുകയാണ് 38 अध्यायത്തിൽ. देखिए, दूसरा प्रॉब्लम को मैं आपको ये दिखाता हूँ। पहला प्रॉब्लम हमने देखा भाइयों के बीच में लड़ाई, और दूसरा प्रॉब्लम 38 अध्याय का पहला दूसरा तीसरा वचन में जब भी हम लोग पढ़ेंगे तो वहां पर हम देखते हैं कि यहूदा अपने भाइयों के पास से चला गया और हीरा नाम एक अदुल्याम वासी पुरुष के पास डेरा किया, और वहां पर शुआ नाम के कनानी पुरुष की बेटी को देखा और उसे बया किया और उसके पास गया। मतलब देखिए, यहूदा के परिवार से मसीहा आना था। ये यहूदा अब किसके पास गया है? अपने बाप दादाओं के परिवार, किसी परिवारों के पास नहीं गया, बल्कि एक अन्य जाति के पास, एक गैर कौम के पास जाकर कनानी स्त्री से ब्याह कर कर वहां पर ही अशुद्धता लेके आने के लिए देखता हुआ एक बात को हम लोग देख सकते हैं। जिस परिवार से मसीहा आना था उसको किसी भी तरह खराब करना, यह है शैतान का षड्यंत्र। ഇവിടെ ആ അധ്യായത്തിൽ നടന്ന കാര്യമൊന്നും പറയുന്നില്ല. യഹൂദയ്ക്ക് സ്വന്തം തലമുറ ഉണ്ടാകണം, ഈ കുടുംബത്തിന് ഒരു അടുത്ത തലമുറ ഉണ്ടാകണം എന്നൊരു ചിന്തയില്ല. അത് വലിയ പ്രശ്നത്തിൽ ചെന്നു. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവസാനം എടുത്ത നിലപാട് അല്ലെങ്കിൽ എടുത്ത സ്റ്റെപ്പ് ശരിയോ തെറ്റോ, അത് ന്യായമോ എത്തിക്കലോ എന്ന് ഞാനിപ്പോൾ എടുക്കുന്നില്ല. പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ യഹൂദ എന്ന അമ്മായിപ്പന്റെ കുടുംബത്തിൽ ഒരു ആൺപ്രജ ഉണ്ടാകണം നിർബന്ധം താമാർ ഉണ്ടായത് കൊണ്ട് മാത്രം അടുത്ത തലമുറ ഉണ്ടായി. അല്ലെങ്കിൽ ആ അപ്പന് ഒരു ബോധവും ഇല്ലായിരുന്നു, ഇത് വംശശുദ്ധി നഷ്ടമാകുകയാണ്, തലമുറ ഇല്ലാതെ പോവുകയാണ്, ഇതുകൊണ്ട് എൻ്റെ കുടുംബം തീരുമെന്നൊരു ബോധമില്ലാത്ത അപ്പനാണ് താമാർ ബുദ്ധിയുള്ളവൾ ആയതുകൊണ്ട് മാത്രം അവിടെ ഒരു വംശപാരമ്പര്യം പിന്നീട് കാണുവാൻ മാത്രം, യേശുവിന്റെ വംശാവലി ഉണ്ടാകാൻ മാത്രം ഒരു ചുവട് താമാറിന് എടുക്കേണ്ടി വരുന്നു. देखिए, यहूदा यहाँ पर ऐसा एक सीरियस में नहीं चल रहा कि अपना वो वंश को, अपना वो नसब नामा को सही रखना है, उसको पवित्र रखना है कर कर ये सोच ही नहीं उसको। अगला वंश, अगला नस्ल कैसा होना, ये भी उसको सोच नहीं है, बल्कि कनानी स्त्री के पास जाना, नहीं तो अन्य गैर कौमों के पास जाना, और इस नसब नामा को खराब करने का हर एक काम को यहूदा यहाँ पर करता है। मतलब जिस जगह पर मसीहा आना चाहिए, मसीहा जिस नसबनामा से आना चाहिए, उसी को ही खराब करने के लिए देखता हुआ बाप है यहूदा करके हम देख सकते हैं। നോക്കിയേ, അകത്തുനിന്നുള്ള പോരാട്ടം, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ സമാധാനത്തോടെ മിണ്ടാൻ കഴിയാതെ കൊല്ലുവാനുള്ള വാശി അകത്ത് വെളിപ്പെടുകയാണ്. പുറത്തുനിന്നുള്ള പോരാട്ടം ഇവരുടെ ശുദ്ധിയെ, വംശശുദ്ധിയെ, വേർപാടിനെ, ഇവരുടെ വ്യത്യസ്തത എടുത്തു കളഞ്ഞ് ഇവരെ ജാതികളോട് ഇടകലർത്തുവാനുള്ള പോരാട്ടം പുറത്തുനിന്ന് വരികയാണ്. देखिए, दो प्रॉब्लम्स को मैंने आप लोगों को यहां पर दिखाया 37 चैप्टर में। परिवार के अंदर आपस में इनकी ईर्ष्या है और इनके आपस में नहीं जम रहा है।
38 में हमने देखा कि ये जो नसबनामा है ये वंशावली को ही खराब करने के लिए देख रहा है। मतलब यहूदा के परिवार से नहीं शादी कर रहा, बल्कि गैर कौम में जाकर कनानी स्त्री से शादी कर कर ये नसबनामा को ही खराब करने के लिए देखता है। और दूसरा बड़ा प्रॉब्लम को देख सकते हैं। 41-ാം അധ്യായത്തിലാണ് ഇനി അല്പനേരം നമ്മുടെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. उसके बाद 41-ാം അധ്യായത്തിലാണ് മൂന്നാമത്തെ പ്രശ്നം നമ്മൾ കാണുന്നത്. हम लोग तीसरा प्रॉब्लम को देखेंगे चैप्टर 41 में, और वहां पर हम थोड़े देर रुकेंगे वचन को समझने के लिए। 41-ാം അധ്യായത്തിൽ ഫറവോൻ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം തനിക്ക് അർത്ഥം അറിയത്തില്ല. സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഒരുവൻ വെളിപ്പെടും. നമുക്ക് ആ കഥ അറിയാം. പക്ഷെ അവിടുത്തെ വിഷയം, സ്വപ്നത്തിന്റെ പൊരുൾ എന്താ? ഒരു ക്ഷാമം വരുന്നു. ഈ ക്ഷാമം ഇതുവരെ ഉണ്ടായതുപോലുള്ള ഒരു ക്ഷാമമല്ല, ലോകത്തെ മൊത്തം മുടിക്കുന്ന ഒരു ക്ഷാമം 7 വർഷത്തേക്ക് വരുന്നു. ആ ക്ഷാമം ഈ കുടുംബത്തെ നശിപ്പിക്കാൻ തീർച്ചയായും സഫലമാകും എന്ന് നമുക്ക് ആ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. देखिए 41 चैप्टर में जब भी हम लोग आएंगे तो फरू एक सपना देखता है, और वो सपने का अर्थ क्या है, ये तो वो क्या है उसका मतलब करके उसे नहीं पता। हमें मालूम है कि बड़ा एक फैमाइन आने वाला है, बड़ा एक अकाल आने वाला है, और उस अकाल में परमेश्वर किस तरह अपने प्रजा को चलाएगा कर कर वो सब वहां पर लिखा है करके हम लोग देख सकते हैं। तो एक बड़ा अकाल को 41 चैप्टर में हम लोग देख सकते हैं। എല്ലാത്തരം അബ്രഹാമിന്റെ കാലത്ത്, ഇസഹാക്കിന്റെ കാലത്ത് എല്ലാം ക്ഷാമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ക്ഷാമം അങ്ങനെയല്ല, അവർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. ഇങ്ങനൊരു സ്വപ്നം കണ്ട് അതിന്റെ വ്യാഖ്യാനം ഉണ്ടായി യോസേഫ് ചില നടപടികൾ എടുത്തില്ലായിരുന്നെങ്കിൽ ആ ക്ഷാമത്തിൽ ഈ കുടുംബം തീർന്നേനെ. അടുത്ത അധ്യായത്തിൽ യോസേഫ് ധാന്യം മേടിക്കുവാൻ ഈ ചേട്ടന്മാരെ വിടുമ്പോൾ അവർക്ക് പോകാൻ പേടിയാണോ കുറ്റബോധമാണോ, അവർക്ക് പോകാൻ മടി പോലെ നമുക്ക് തോന്നിപ്പോവും. എന്തായാലും മിസ്രൈമിൽ ഒരു ഭണ്ഡാരം, ഒരു അന്നദാതാവ് ഇല്ലായിരുന്നെങ്കിൽ ആ കുടുംബം ഈ ക്ഷാമം കൊണ്ട് തീർന്നു പോയനെയും. ആ കുടുംബത്തെ ഈ തലമുറയ്ക്കപ്പുറം ഈ കുടുംബം നിലനിൽക്കത്തില്ലെന്ന് വാദിക്കുന്ന 3 പോരാട്ടങ്ങളാണ് ഈ കുടുംബം നേരിടുന്നത്. देखिए तीसरा प्रॉब्लम देखें, अब्राहम के टाइम, इसहाक के टाइम, इनके सबके टाइम में फमाइन या आया था, लेकिन यहां पर जो आया हुआ 41 चैप्टर में जो बात है, ये सारा परिवार को खत्म कर सकता है। कोई भी उस बड़े अकाल में नहीं रुक सकता है। उतना बड़ा अकाल के बीच में परमेश्वर ने यूसुफ को तैयार किया। उसने स्वप्न को समझाकर खाली नहीं दिया, बल्कि खाने को स्टोर में रखकर और लोगों को उसी उचित समय पर देने के लिए परमेश्वर ने उसे इस्तेमाल किया। इवन खुद के भाइयों को भी जो मिलना खाना था प्रॉपर टाइम पे मिला। इसके लिए वो पूरा परिवार खत्म नहीं हुआ, बल्कि वो परिवार बना रहा करके हम लोग देख सकते हैं। तो ऐसा 3 प्रॉब्लम को इस 3 अध्याय में हम लोग देख सकते हैं। ഈ 3 പോരാട്ടങ്ങൾ ഇന്നത്തെ സഭ നേരിടുന്ന 3 പോരാട്ടങ്ങളുമായിട്ട് എനിക്ക് താതാത്മ്യപ്പെടുത്തി ചിന്തിക്കാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ സഹായിച്ചു. प्रभु ने मुझे सहायता किया कि ये 3 प्रॉब्लम जो है आज चर्च भी फेस करता हुआ प्रॉब्लम्स है कर कर प्रभु ने मुझे समझाने के लिए मुझे सहायता किया। അതൊരു ഫിസിക്കൽ ഫാമിലിയാണ്, നമ്മളൊരു ആത്മീയ വംശമാണ്, ആത്മീയ കുടുംബമാണ്. ये जो याकूब का परिवार जो है, ये तो यूसुफ का परिवार जो है, ये एक फिजिकल परिवार है, लेकिन हम लोग एक आत्मिक परिवार है करके समझना। ഒന്ന് ഫിസിക്കൽ ബ്രദർസിന്റെ ഇടയിൽ ചേർച്ചയില്ലായ്മ വരുന്നത് പോലെ ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ ഉള്ളിലെ പോരാട്ടം ആത്മീകരെന്ന് പറയുന്നവർക്ക്, അപ്പം നുറുക്കുന്നവർക്ക്, ഒരേ സ്വർഗത്തിൽ പോകാനിരിക്കുന്നവർക്ക് തമ്മിൽ സമാധാനമായി മിണ്ടാൻ കഴിയാതെ, തമ്മിൽ മനുഷ്യരുമായിട്ടും കൂട്ടുവിശ്വാസിയുമായിട്ടും കുറ്റമറ്റ മനസാക്ഷിയില്ലാതെ പോരിനും യുദ്ധത്തിനും ഈർഷ്യയ്ക്കും പകയ്ക്കും എല്ലാം സ്ഥാനമൊരുക്കി ശിഥിലമാക്കുന്ന ആത്മീയ സഭകളെ, കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്ന പോരാട്ടം ഇന്നത്തെ വംശവും ഇന്നത്തെ സന്തതിയും നേരിടുന്നുണ്ട്. देखिए आज का कलीसिया भी, आज का खुदावन के रूहानी नस्ल फेस करता हुआ सबसे पहला प्रॉब्लम क्या है? कलीसिया में भाई भाई लोग आपस में बात नहीं करते, परिवार परिवार के अंदर एक दूसरे के साथ भेदभाव है, बात नहीं करते, लड़ाई झगड़ा, आप
आपस में होते, परिवारों में और कलिसिया के अंदर होते, एक ही साथ होली कम्युनियन लेते, लेकिन आपस में बात नहीं करता हुआ, सबसे पहला प्रॉब्लम आज रूहानी नस्लों को है, वंशों को है करके समझ लेना। നോക്കിയേ, പ്രസംഗമുണ്ട്, കൺവെൻഷൻ ഉണ്ട്, യോഗമുണ്ട്, ആ, എല്ലാ മീറ്റിങ്ങും ഉണ്ട്, ഇയർ എൻഡ് മീറ്റിങ്ങും ഉണ്ട്. ചിലയിടത്ത് പാരമ്പര്യ അനുഭവങ്ങളൊക്കെ കാണുന്നത് പോലെ എനിക്ക് ആരോടൊന്നുമില്ല, സാക്ഷ്യം പറയുന്നതാണ്. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോ, എനിക്ക് ആരോടും ഒന്നും. ഇഫ് യു ആർ എ ഫൂൾ ടു തിങ്ക് ദാറ്റ് ഐ ഹാവ് എ പ്രോബ്ലം, ദെൻ യു ക്യാൻ ഫോർഗീവ് മീ. ഐ ഹാവ് നോ പ്രോബ്ലം, ബട്ട് യു ആർ സോ ഡം ദാറ്റ് യു തിങ്ക്, നിങ്ങൾ അത്രയ്ക്ക് ഭോഷനാണ്, എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവാണെങ്കിൽ എന്നാ പിന്നെ നിങ്ങൾ എന്നെ അങ്ങ് ക്ഷമിച്ചേര്, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയുന്ന ഒരു ഡിസംബർ 31 പലയിടങ്ങളിലും കാണുന്നത്. देखिए क्या किस चीज की कमी है। कन्वेंशन है और बाइबल स्टडी है, प्रभु का वचन है, सब कुछ है। और कुछ कुछ ट्रेडिशनल चर्च में 31 को खड़े होकर गवाही देते हैं कि देखो मुझे किसी के साथ कोई प्रॉब्लम नहीं है, लोगों को मेरे से प्रॉब्लम होगा लेकिन मुझे किसी के साथ प्रॉब्लम नहीं, अगर किसी को मुझसे प्रॉब्लम है तो मुझे माफ कर दो कर कर लंबी लंबी गवाही भी 31 तारीख को लोग देते हैं। मतलब आपस में दिल नहीं बैठता है, लेकिन बाहर से हम दिखाते हैं कि सब ठीक है करके। ऐसा एक അനുഭവം ആ റുഹാനി നസ്ൽ കോ ഹൈ। ഒരു ഉപദേശി പറഞ്ഞ പോലെ, അടുത്തിരിക്കുന്ന ആളെ ഒരു മൊന്തയിൽ കിട്ടിയാൽ മോന്തി കുടിക്കാനുള്ള വൈരാഗ്യമുണ്ട്, പക്ഷെ കാണുമ്പോൾ പ്രൈസ് ലോർഡ്, സ്തോത്രം എന്ന് പറയാൻ മടിയില്ല. ഒരു രണ്ട് മുഖമാണ്, പല അകമ്പല്ല് കൊണ്ട് അരച്ച് കടിക്കുകയും പുറംപല്ല് കൊണ്ട് ചിരിക്കുകയും ചെയ്യുന്ന, ഹൃദയം ചേരാത്ത, സമാധാനമില്ലാത്ത തകർന്ന ബന്ധങ്ങളാണ് ആത്മീയ നേതൃത്വങ്ങൾ മുതൽ ഇങ്ങ് താഴോട്ട് ആത്മീയ സമൂഹങ്ങളിൽ. देखिए कि एक पास्टर ने इस तरह कहा, बाजू में बैठा हुआ है ब्रदर या सिस्टर के ग्लास के अंदर मिलेगा तो वैसे ही पी सकता है, उतना गुस्सा अंदर भरा हुआ है। दांत तो अंदर से पीसता है, बाहर से हंसी दिखाता है। मतलब दो स्वभावों को लेकर ऊपर से लेके नीचे तक, मतलब लीडरशिप से लेके हर एक लोग करता हुआ एक अनुभव हम लोग देख सकते हैं कलीसियाओं के अंदर। ഇവിടെ നമ്മൾ ചിന്തിക്കണം, യാക്കോബിനൊരു ക്ലൂ പോലുമില്ല ചേട്ടന്മാർ ഒപ്പിച്ചതിന്റെ. ഏതോ വന്യമൃഗം ആ കടിച്ചു കീറിയെന്നാ ചിന്തിക്കുന്നത്. അത്രയ്ക്ക് വിശ്വാസമാണ് ചേട്ടന്മാര്. ഇവർ കൊല്ലുമെന്ന് യാക്കോബ് തന്റെ വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പനറിയാൻ പറ്റാത്ത പകയാണ് വീടിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. देखिए जब ही याकूब के पास, पिताजी के पास बेटों ने आकर कहा कि तेरे एक बेटे को जानवर ने खत्म किया करके बोला, तो बाप ने पूरी तरह अपने बच्चों पर विश्वास किया। मतलब इतना भरोसा था बच्चों के ऊपर कि वो कभी सोचा नहीं कि वो बच्चे बच्चे जो इतना आपस में हेट करते करके, उतना डबल लाइफ जीने वाले लोग थे ये लोग। ഞാനിവിടെ ചിന്തിച്ചു പോയി, പാസ്റ്റർമാർക്കും ഉപദേശിമാർക്കും അറിയാത്ത പോരുകളും വൈരാഗ്യങ്ങളും സഭകളിൽ എത്രയോ എണ്ണം കാണും. ഉപദേശിമാർക്ക് എല്ലാം അറിയണം നിർബന്ധമില്ല. യാക്കോബെന്ന അപ്പൻ മക്കളുടെ സ്വഭാവം അറിയത്തില്ല, പിന്നെ ഏത് ഉപദേശിക്കാണ് അവരുടെ എല്ലാ വിശ്വാസികളുടെ സ്വഭാവം അറിയാമെന്ന്? मैं ऐसा सोचता हूँ कि पास्टर लोगों को हर एक घर में होता हुआ बातें पास्टर्स लोगों को पूरा पता नहीं होगा। इधर याकूब को पता नहीं था बच्चों के बीच में क्या हो रहा है, पास्टर्स लोगों को भी नहीं पता है कि कलीसिया के अंदर क्या क्या हो रहा है, फैमिलीज के अंदर क्या क्या हो रहा है। രണ്ടാമത്തേത്, വേർപാടിനോടുള്ള പോരാട്ടമാണ് നമ്മൾ നേരിടുന്നത്. നമ്മൾ ലോകത്തിലാണ്, പക്ഷെ ലോകം നമ്മളെ ലൗകികരാക്കി ലോകത്തോട് നമ്മളെ ബന്ധിക്കുന്ന ഒരു പോരാട്ടമുണ്ട്. അതും ഇന്നത്തെ സഭ നേരിടുകയാണ്. आज रूहानी नस्ल फेस करता हुआ दूसरा प्रॉब्लम क्या है, हमने देखा उत्पत्ति 38 में कि दुनिया के साथ मिलजुलना है। यहूदा क्या किया, वहां पर कनानी स्त्री के साथ जाकर विवाह किया, शादी किया। मतलब दुनिया किसी भी तरह चर्च के अंदर आना, दुनिया किसी भी तरह हमारे हृदय में आना, पता नहीं चलता है। ऐसा दुनिया के साथ मिला जुला हो गया हुआ कलीसिया को देख सकते हैं। യോഹന്നാൻ 17 എടുക്കണ്ട, കർത്താവിൻ്റെ ആ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഈ രണ്ട് വിഷയമുണ്ട്. നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരൊന്നാകണം. ഞാൻ ലോകക്കാരനല്ലാത്തത് കൊണ്ട്, ഞാൻ ലൗകികനല്ലാത്തത് കൊണ്ടും അവരും ലൗകികരല്ലാകിയാൽ അവരെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണേ. എന്നും ഈ സന്തതി നേരിടുന്ന പോരാട്ടമാണ് ഐക്യതയും
ലോകത്തിന്റെ ലോകമയത്വവും കയറിക്കൂടാതെ അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ഈ രണ്ട് പോരാട്ടങ്ങൾ യേശു മുൻപിൽ കണ്ടാണ് നമുക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചത്. देखिए यूहन्ना 17 अध्याय में बड़ा काइन के प्रार्थना में यीशु मसीह का प्रार्थना जब भी हम लोग देखेंगे तो यीशु इस तरह प्रार्थना करता है कि जैसा मैं तुझ में और तू मुझ में वैसे ये भी एक हो और इन्हें दुष्ट से बचा। देखिए दुनिया से दुष्ट से बचा और ये लोग एक हो। हमेशा कलीसिया के खिलाफ, उसके यूनिटी के खिलाफ, उनके प्रेम के खिलाफ समस्या शैतान लेके आता है करके हम लोग देख सकते हैं। മൂന്നാമത് നമ്മൾ കണ്ടത് ഒരു ക്ഷാമമാണ്. അതിനെ ഞാൻ ആത്മീയമായി തന്നെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആഹാരത്തിനോ അപ്പത്തിനുള്ള ക്ഷാമമല്ല. ഹോശേയാവിൽ ആമോസ് പറയുന്നത് പോലെ, ആമോസ് 8:14 എടുക്കട്ടെ, അവിടെ പറയുന്നത് അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, വചനത്തിനുള്ളൊരു ക്ഷാമം. ഇന്ന് നമ്മൾ യോസേഫിനെ പോലെ സംഹരിക്കേണ്ട വചനങ്ങൾ സഭകളിൽ, കുടുംബത്തിൽ സംഹരിച്ചില്ലെങ്കിൽ വചനത്തിന് വേണ്ടിയുള്ള ക്ഷാമം, അതാണ് സഭയെ തകർത്ത് കളയുന്ന ഏറ്റവും വലിയ പോരാട്ടം. വചനമില്ലെങ്കിൽ സഭയ്ക്കൊരു ഭാവിയില്ല എന്ന് നാം മനസ്സിലാക്കണം. देखिए तीसरा प्रॉब्लम क्या था यूसुफ का ने तो परिवार में हो गया। तीसरा प्रॉब्लम अकाल हुआ था, फमाइन हुआ था। आज कलीसिया रूहानी तौर से अकाल क्या है, फमाइन क्या है। देखिए खाने पीने का कोई अकाल नहीं है, हमें सब कुछ है, प्रभु ने सब कुछ हमें दिया है, लेकिन हम फेस करता हुआ सबसे बड़ा अकाल जो है खुदावन का कलाम बांटा नहीं जा रहा है। खुदावन का कलाम नहीं है कलीसिया में, वो कलीसिया बड़ा अकाल में है करके समझ लेना प्रियो। ഇവിടെയാണ് യോസേഫിന്റെ പ്രസക്തി. യോസേഫിന്റെ കഥ എന്ന് പറയുന്നത് പൊട്ടക്കിണറ്റിൽ നിന്ന് പൊത്തിഫറിന്റെ വീട്ടിൽ നിന്ന്, കാരാഗൃഹത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് നിന്ദിക്കുന്നവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നല്ല യോസേഫിന്റെ പ്രസക്തി. യോസേഫിന്റെ പ്രസക്തി ഈ 3 പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ ഈ മനുഷ്യനെ ദൈവം കാലഘട്ടത്തിൽ എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ് ഈ കഥയുടെ പ്രസക്തി. देखिए यूसुफ का कहानी हमको ये नहीं सिखाते किस तरह प्रमोशन मिल रहा है, मतलब जेल में से इधर पहुंच गया, फिर उधर पहुंच गया, फिर प्राइम मिनिस्टर। ऐसा मैं सबसे नीचे था, मुझे प्रभु ने इतना ऊपर लेके आया, ये कहानी सिखाने के लिए नहीं है यूसुफ का कहानी वहां पर लिखा गया है, बल्कि ये 3 समस्याओं में यूसुफ को परमेश्वर ने किस तरह इस्तेमाल किया उस जमाने में, वो सीख दिखा देने के लिए हमें ये कहानी बताया गया है। യോസേഫിന് കിട്ടിയത് പ്രൊമോഷൻ അല്ലത് ഞാൻ ഒന്ന് കാണിക്കാം, കാരണം അതാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. അതൊന്ന് കാണിച്ചിട്ട് ഈ 3 പ്രശ്നത്തിന്റെ സൊല്യൂഷൻ പറഞ്ഞ്, പ്രത്യേകിച്ച് ആദ്യത്തെ 2 എൻ്റെ ഉള്ളിൽ നിയോഗമുള്ളത്, അത് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാം. यूसुफ को मिला हुआ प्रमोशन नहीं है कर वो बताकर ये तीनों विषयों में से आप लोगों को इस संदेश को मैं बताकर रोकना चाहता हूं। യോസേഫിന് കിട്ടിയത് ശരിക്കും ഒരു പ്രൊമോഷൻ ആണോ എന്ന് ചോദിച്ചാൽ, ആ 41-ാം അധ്യായം ശരിക്കും വായിച്ചാൽ അത് പ്രൊമോഷൻ അല്ലെന്ന് ഞാൻ നിങ്ങളുടെ मुൻപിൽ തെളിയിക്കാൻ ആഗ്രഹിക്കുക. देखिए यूसुफ को प्रमोशन मिला था क्या देखने के लिए 41 चैप्टर में आप लोगों को मैं लेके आना चाहता हूं, क्योंकि ज्यादातर हम लोग ये समझ के बैठते हैं कि यूसुफ को प्रमोशन मिला करके 41 चैप्टर में अपने ध्यान को लेके आएंगे। 41-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഫറവോനോട് ഈ സ്വപ്നം പറഞ്ഞപ്പോൾ സ്വപ്നം വ്യാഖ്യാനിച്ചവനെ നോക്കി പറയുകയാണ്, ഇവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്, ഇവൻ സ്പെഷ്യലാണ്, ഇവൻ ദൈവത്തിന്റെ പ്രതിനിധിയാണെന്ന് ഫറവോൻ ഏറ്റുപറയുകയാണ് 38-ാം വാക്യത്തിൽ. देखिए 41 का 38 में ये उसका सपना को, फरू ने देखा हुआ सपना को जब भी यूसुफ समझाता है तो फरू क्या कहता है कि ये परमेश्वर का आत्मा इस पर रहता है, ये अनोखा पुरुष है कर फरू यूसुफ के बारे में कहता है। ശരിക്കും ആരാണ് തിരിച്ചറിയേണ്ടിയിരുന്നത് ആത്മാവ് യോസെഫിന്റെ മേലുണ്ടെന്ന്? ഫറവോനാണോ തിരിച്ചറിയേണ്ടിയിരുന്നത്? സഹോദരങ്ങളാണോ തിരിച്ചറിയേണ്ടിയിരുന്നത്? देखिए यूसुफ के ऊपर पवित्र आत्मा है कर सच में कौन जानना चाहिए था? फरू जानना चाहिए था या यूसुफ के भाई लोग जानना चाहिए था? ഞാൻ അധികം വ്യാഖ്യാനിക്കുന്നില്ല. ഇപ്പൊ എന്റെ മേലൊരു ശുശ്രൂഷയും കൃപാവരും ഉണ്ട്, പക്ഷെ എന്റെ സഭയിലുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല. പുറത്തുള്ള അയലോക്കത്തെ ഹൈന്ദവൻ അത് മനസ്സിലാകുന്ന പറഞ്ഞാൽ സംതിങ് ഇസ് റോങ്. देखिए अगर मेरे ऊपर खुदावन का मसा है, मेरा चर्च का कलीसिया के लोगों को ही नहीं पता है, बाहर के लोगों को सबको पता है, कलीसिया के लोगों को नहीं पता है, तो उसका मतलब कुछ तो गड़बड़ है।
നോക്കിയേ, ശരിക്കും യോസേഫിനെ അറിയേണ്ടത് ഫറവോനല്ല, ചേട്ടന്മാരായിരുന്നു. പക്ഷെ അവർക്കത് അറിയാൻ പറ്റിയില്ല. അടുത്ത വാക്യത്തിൽ വരുമ്പോൾ, 40-ാം വാക്യത്തിൽ വരുമ്പോ ഫറവോൻ പറയാണ്, എന്റെ വീടിന് നീ അധിപതിയാകണം. ശരിക്കും യോസേഫ് ഏത് വീടിന്റെ അധിപതിയാകേണ്ടത്? തന്റെ അപ്പന്റെ വീടിന്റെ അധിപതിയാകാൻ കൃപാവരമുള്ള ആളാണ് യോസേഫ്. പക്ഷെ തെറ്റായ വീടിന്റെ അധിപതിയാണ്. ഞാൻ ഒന്ന് ഓടിച്ചു പറയാം. 41-ാം വാക്യത്തിൽ വരുമ്പോൾ ദേശത്തിന് അധിപതി. ശരിക്കും ഈ ദേശത്തിന്റെ അധിപതിയല്ല യോസേഫ് ആകേണ്ടത്. യോസേഫ് തന്റെ വാഗ്ദത്ത നാട്ടിൽ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിന് അധിപതിയാകണം. അപ്പോ റോങ് ഹൗസ്, റോങ് ലാൻഡ് ഇവിടെ देखिए നമ്മൾ കാണുന്നുണ്ട്. 40 वचन जरा देखिए प्रियो, 40 वचन में क्या लिखा है वहां पर? फरो कहता है कि तू मेरा घर का अधिकारी होगा। सच में यूसुफ किसका घर का अधिकारी होना चाहिए था? खुद का घर का अधिकारी होना चाहिए था। लेकिन अभी किसका घर का अधिकारी हो रहा है? फरूक का घर का अधिकारी हो रहा है करके हम लोग देख सकते हैं। उसका 41 में हम लोग देखते हैं कि यूसुफ से कहता है कि तू देश का, हाँ, उस देश के ऊपर अधिकारी ठहरा जाएगा। सच में यूसुफ कौन सा देश का अधिकारी होना चाहिए था? अपना बाप दादा का देश का अधिकारी होना चाहिए था, लेकिन ये अलग देश का अधिकारी हुआ है। 42-43 വാക്യം വളരെ ക്ലിയർ ആണ്. ഫറവോൻ മോതിരം തന്നു, ഫറവോന്റെ അങ്കി ഉടുപ്പിച്ചു. ശരിക്കും ആരുടെ അങ്കി ഉടുത്തായിരുന്നു യോസേഫ് നടക്കേണ്ടത്? അപ്പന്റെ മൾട്ടി കളർ അങ്കി ഉടുത്ത് നടക്കേണ്ട യോസേഫ് ഇപ്പൊ ഏതോ ജാതിക രാജാവിന്റെ അങ്കി ഉടുത്ത് മോതിരമിട്ട് അവനെ അപ്പൻ എന്ന് വിളിച്ച് ആ അപ്പൻ തന്ന പേര് എടുത്ത് ആ അപ്പൻ തന്ന ഭാര്യയെ കെട്ടി ജീവിക്കുക. അപ്പൊ സാധാരണ ഇങ്ങനെയാണ് പറയേണ്ടത്, നീ നന്നായിട്ട് വിശുദ്ധനായി ആത്മീകനായി വിശ്വസ്തനായി ജീവിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. എങ്ങനെയാ മാനിക്കുന്നത്? തെറ്റായ വീട്ടിൽ, തെറ്റായ നാട്ടിൽ, തെറ്റായ അപ്പന്റെ തെറ്റായ അങ്കി ഉടുത്ത് തെറ്റായ പേര് കിട്ടി തെറ്റായ ഭാര്യയെ കെട്ടി നിന്നെ ജീവിക്കാൻ ദൈവം സഹായിക്കുന്നതാണ് മാന്യത എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇത് പ്രൊമോഷൻ ആണോ? നിങ്ങൾ എന്നോട് പറ. 42 वचन में देखे वहां पर लिखा है कि फिरौन ने उसके हाथ से अंगूठी निकाल के यूसुफ के हाथ में पहना दी और उसके बढ़िया मलमल के वस्त्र उसे पहनवा दिया। सच में किसका कपड़ा पहनना चाहिए था? यूसुफ का पिताजी ने बनाए हुए रंग बिरंगे कपड़े पहनने के बदले किसी और आदमी का कपड़ा पहना हुआ है, किसी और आदमी का अंगूठी पहना हुआ है। मैं आप लोग से पूछता हूं, क्या ये प्रमोशन है? जो देश में वो अधिकारी होना चाहिए था वो देश में नहीं है, जिस घर में अधिकारी होना था वो घर में अधिकारी नहीं है। मतलब ये एक प्रमोशन नहीं है। बहुत दफा बहुत सारे लोग हम पर हमें देख कर भविष्यवाणी करते हैं, नबूवत करके बोलते हैं कि तुम्हें जो है परमेश्वर बहुत ऊंचा उठाने वाला है, प्रमोशन देने वाला करके बोलते हैं। लेकिन ये प्रमोशन परमेश्वर के मर्जी के अनुसार है क्या, या गलत जगह पर गलत कपड़ा गलत पिता के हाथों में या गलत जगहों पर हम लोग जा रहे हैं क्या करके हम अपने आप को जरा सोचकर विचार करना चाहिए। So, ജോസഫിന്റെ സ്റ്റോറി അങ്ങനെ നമ്മൾ പഠിച്ചാൽ, മോറൽ സ്റ്റോറി ആയിട്ട് പഠിച്ചാൽ, മോസസ് പറയുന്നത്, ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ യു വിൽ ഗോ ടു ദ റോങ് ഹൗസ് ഇൻ ദ റോങ് ലാൻഡ് ആൻഡ് യു വിൽ ഗെറ്റ് എ റോങ് ഫാദർ, യു വിൽ വെയർ ദ റോങ് റോബ് ആൻഡ് യു വിൽ ഹാവ് എ റോങ് നെയിം ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് എ റോങ് വൈഫ്. ഇതാണ് ജോസഫിന്റെ സ്റ്റോറിയുടെ മോറൽ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ അതല്ല. 50-ാം വാക്യത്തിൽ കാണുന്നത്, ഈ ക്ഷാമത്തിന് മുൻപ് യോസേഫിന് 2 മക്കളുണ്ടായി. യോസേഫ് പറഞ്ഞു, എന്റെ ഭാര്യയെ നീ തന്നോ, എനിക്ക് നീ പേര് തന്നോ, പക്ഷെ എന്റെ മക്കളുടെ പേര് മിസ്രൈമ പേരുകൾ ഞാൻ ഇടത്തില്ല. ഈ പേരിലാണ് ദൂതിരിക്കുന്നത്. ഈ മക്കൾക്കിട്ട പേരിലാണ് ഈ കുടുംബം നേരിട്ട പ്രതിസന്ധിക്ക് ഉണ്ടായ പരിഹാരം നാം കാണുന്നത്. ഒന്നാമത്തെ മകന്റെ പേര് 50-ാം വാക്യം പറയുന്നു. സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഞാൻ മുന്നോട്ടങ്ങ് പറഞ്ഞു പോവുകയാണ്. 50-ാം വാക്യത്തിൽ പറയുന്നത് ഒന്നാമത്തെ മകന്റെ പേരാണ് മനശ്ശെ. അതിന്റെ അർത്ഥം ഒന്ന് നോക്കണം. മനശ്ശെ എന്താണ് അർത്ഥം? എന്റെ പിതൃഭവനത്തെയും എന്റെ സങ്കടത്തെയും യഹോവ മറക്കുമാറാക്കി. അവിടെ ഒരു കാര്യം ഞാൻ തൊട്ട് പറയാം. എനിക്ക് ഏറ്റവും വേദന ഉണ്ടായത് ആ വീട്ടിലാണെങ്കിലും ഇന്ന് ഞാൻ പാർക്കുന്ന വീടല്ല എന്റെ പിതൃഭവനം. എന്റെ പിതൃഭവനം അവളാണ്, യാക്കോബിന്റെ വീടാണെന്ന് മകന് പേരിടുമ്പോൾ ഒരു ദൂതാണ് യോസേഫ് പറയുന്നത്. देखिए ये हम लोग देखते हैं कि एक प्रमोशन नहीं है, यूसुफ को जो मिला वो एक प्रमोशन नहीं है। गलत जगह पर है, गलत पिता, गलत कपड़ा पहना हुआ है, गलत सब सब उसके जीवन में ऑपोजिट हुआ है। लेकिन 51 वचन में जब हम लोग पढ़ते हैं कि यूसुफ को 2 बेटे होते हैं, उसका पहला बेटा का नाम उसने खुद ही रखा। देखे
उसने कोई मिस्री लोगों का नाम नहीं रखा, बल्कि उसने कहा कि मैं चुनूंगा मेरे बेटे का नाम। उसने पहला अपने बेटे का नाम मनश्शे रखा। मनश्शे का नाम का मतलब है कि परमेश्वर ने मुझसे सारा क्लेश और मेरे पिता का सारा घराना बुला दिया करके बोलकर उसे मनश्शे करके नाम वहां पर रखा। यहां पर है भविष्यवाणी, यहां पर है यूसुफ का जीवन में होता हुआ बातों को हम लोग देख सकते हैं। നോക്കിയേ, ഇവിടെ വളരെ ശ്രദ്ധിക്കണം. എന്റെ പിതൃഭവനത്തെ ഞാൻ തള്ളിക്കളയുമെന്നല്ല. ഒന്നാമത്തെ അവരുടെ വെല്ലുവിളി, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ല. സഹോദരൻ സഹോദരനെ കൊല്ലുവാൻ, ചേട്ടന്മാരല്ല അനിയനെ കൊല്ലുവാൻ ശ്രമിച്ച ആ കുടുംബത്തിലെ വേദനയേറ്റ ഈ മകൻ പറയുകയാണ്, എന്റെ പിതൃഭവനത്തെയും അവൻ എനിക്കുണ്ടായ സങ്കടത്തെയും ദൈവം യഹോവ മറക്കുമാറാക്കിയെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളു: ഐ ഫോർഗീവ് മൈ ബ്രദേഴ്സ്, ഐ ലെറ്റ് ഇറ്റ് ഗോ. ഞാൻ ആ പക വെച്ചുകൊണ്ടിരിക്കത്തില്ല. എന്റെ ചേട്ടന്മാർ നന്നായി എന്നല്ല, ചേട്ടന്മാർ നാളെ വരുമ്പോഴും നന്നായിട്ടല്ല വരുന്നത്. 50-ാമത്തെ ഏതിലും ചേട്ടന്മാർ നന്നാകുന്നില്ല, ഒരു കാലത്തും ഈ ചേട്ടന്മാർ നന്നായില്ല. പക്ഷെ എന്റെ ചേട്ടന്മാർ നന്നായാലും നന്നായില്ലേലും ഞാൻ ആ പക പിടിച്ചുകൊണ്ട്, ആ കയ്പ് വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഞാനത് വിട്ടുകളഞ്ഞു. അതാണ് വിടുതൽ. देखिए 51 में वहां पर देख सकते हैं कि मनश्शे करके नाम का मतलब क्या है कि परमेश्वर ने मुझसे सारा क्लेश और मेरे पिता का सारा घराना बुला दिया है। उसने ये नहीं लिखा, उसमें ऐसा नहीं कह रहा कि परमेश्वर ने मेरे पिता के परिवार को पूरे खत्म कर दिया, बल्कि जो पिता के घर ने मुझे दिया हुआ दुख और दर्द है, जो क्लेश है, जो हेट्रेड है, उसको बुला दिया, मैं माफ कर दिया। मैं उन सारे भाइयों को माफ किया। भाई लोग बदलेंगे नहीं, भाई लोग वैसे के वैसे रहेंगे, लेकिन मैंने अपने भाइयों को भूल दिया। मेरे प्रियो, ये है सच में आशीष, ये है सच में हीलिंग करके हम लोग देख सकते हैं। നോക്കി, ഇവിടാണ് കുടുംബം നേരിട്ട ഒന്നാമത്തെ വെല്ലുവിളിയാണ്. ഈ കുടുംബം മുന്നോട്ട് പോകത്തില്ല. യാക്കോബിന്റെ വംശപാര്യം ഇതുകൊണ്ട് തീരുമെന്ന് ഇമ്പോസിബിൾ ടൈമാണ്, ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആണ്. ഈ അനിയൻ ഇവരെ ക്ഷമിച്ചില്ലെങ്കിൽ നാളെ ഇവർ അന്നത്തിന് വരുമ്പോൾ ഇവരെ തള്ളിക്കളഞ്ഞേനും. എങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ 45-ാം അധ്യായത്തിൽ വരുമ്പോൾ അനിയൻ ചേട്ടന്മാരെ ക്ഷമിക്കാൻ കാരണം, അവരെ കാണുന്നതിനു മുൻപ്, അവരെ നന്നായോ ഇല്ലയോ എന്ന് അറിയുന്നതിനു മുൻപ് ഈ യോസേഫ് പറയുകയാണ്, എനിക്ക് സങ്കടം വരുത്തിയ എന്റെ പിതൃഭവനത്തെ ഞാൻ ക്ഷമിച്ചെന്ന് മാത്രമല്ല, ഞാൻ മറന്നു. ചിലർ പറയും, ഞാൻ ക്ഷമിച്ചു, പക്ഷെ മറക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ചത്താലും മറക്കത്തില്ല. പക്ഷെ യോസേഫ് പറയുന്നത്, എന്റെ സങ്കടത്തെ മറക്കുമാറാക്കി പുതിയ വർഷത്തിൽ എല്ലാ ബാഗേജും കളഞ്ഞിട്ട് വേണം ആരോടും കയ്പില്ലാതെ നിങ്ങൾ കയറിയാൻ കഴിഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിന് വിടുതലാണ്, സഭയ്ക്ക് വിടുതലാണ്. देखिए यहाँ पर यूसुफ का परिवार यहाँ पर ही खत्म हो सकता था, नहीं तो याकूब का वो नसबनामा वहां पर खत्म हो सकता था। लेकिन यूसुफ ने बच्चे का नाम क्या दिया? मनश्शे। मतलब परमेश्वर ने मेरे जीवन में मेरे परिवार, पिता के परिवार को बुला दिया। कहने का मतलब यह है, मेरा भाई लोग बदले या नहीं बदले वो मेरा विषय नहीं है, बल्कि मैं, उन्होंने जो मेरे खिलाफ किया है, उन्होंने जो मेरे खिलाफ जो कोई भी षड्यंत्र किया, उस सब को मैंने माफ कर दिया। मेरे प्रियो, नए साल में हमारे अंदर किसी के प्रति क्रोध या ऐसी कोई जड़ बीज हमारे अंदर है तो उस सब को निकाल फेंक कर दिल से लोगों को माफ करने के लिए प्रभु मुझे और आप लोग को शक्ति और सामर्थ्य दे। അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്, നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ, നമ്മൾ ആ പക വിട്ടുകൊടുത്തില്ലെങ്കിൽ, ആ കയ്പിന്റെ വേര് നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ, വേരാണോ പലയിടത്തും മരമായി, ഇനി ബുൾഡോസർ വന്നാലും പോത്തില്ല, അതുപോലെ പലയിടത്തും കയ്പ് വളർന്നിരിക്കുകയാണ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ നമ്മൾ പറയണം, ആ വ്യക്തിയോട്, ആ ആളോട്, ആ കുടുംബത്തോട് ഞാൻ മനഃപൂർവമായി ക്ഷമിക്കുന്നു. ക്ഷമ ചോദിക്കണമെങ്കിൽ ഈ യോഗം കഴിയുമ്പോൾ അവരെ വിളിച്ചാട്ടെ, മെസ്സേജ് അയച്ചാട്ടെ, ക്ഷമ ചോദിക്കേണ്ടവരോട് നിരപ്പ് പ്രാപിക്കണം. നിരപ്പിന്റെ ശുശ്രൂഷ നമ്മുടെ നടുവിൽ വെളിപ്പെടണം. അത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറയ്ക്കും അന്നാലേ ശുഭമാകെയുള്ളു. യോസേഫ് ആ ഒരു റോങ് സൈക്കിൾ, ആ തെറ്റായ കുടുംബത്തിന്റെ ആ പരമ്പരയെ മുന്നോട്ട് നീട്ടാതെ താൻ തന്നിൽ ആ
പകയെ തീർക്കുകയാണ്. ഇത് എന്റെ കുടുംബത്തിൽ മുന്നോട്ട് പോകത്തില്ല. ദിസ് വിൽ നോട്ട് ഗോ ഫോർവേഡ്. ഐ ലെറ്റ് ഇറ്റ് ഗോ. അതിനെ ഞാൻ എന്നേക്കുമായി വിട്ടുകളയുന്നു എന്ന് തീരുമാനിച്ചതാണ് ആ കുടുംബം ആ തലമുറയിൽ വംശനാശം ഉണ്ടാകാതെ അടുത്ത തലമുറയിലേക്ക് ആ കുടുംബം വർദ്ധിച്ചു വരുവാൻ കാരണമായത്. देखिए मेरे प्रिय, मेरे और आप लोगों के अंदर कोई विरोध या कोई किसी पर गुस्सा, अगर उसका जड़ अगर हमारे अंदर है, तो कई जगहों पर वो जड़ जो है पेड़ के जैसा हुआ है, वो निकलने के लिए बहुत मुश्किल है। अगर कुछ भी ऐसा जड़ हमारे अंदर है, तो किसी से हमारे अंदर गुस्सा और क्रोध है तो उसे निकाल कर फेंके और सच में चंगाई शिफा हमारे अंदर प्रभु लेके आने दो। दूसरों को दिल से माफ करने के लिए हमें खुदावंद शक्ति और सामर्थ्य दे। देखिए यहाँ पर यूसुफ कहता है, मैं अपने घराने के जैसा नहीं होगा। वो लोग विरोध किए, वो लोग ने ये सब कुछ किया, इसलिए मैं भी ऐसा होगा कर कर यूसुफ नहीं कहता है, बल्कि यूसुफ अपने दिल से अपने भाइयों को माफ करता है। वहां पर उस परिवार में शिफा और उस परिवार को परमेश्वर आगे इस्तेमाल करता है। നോക്കിയേ, ഒരു തക്കം കിട്ടട്ടെ, അവരെ എൻ്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. അവരെ എൻ്റെ കൈ കിട്ടുമ്പോൾ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നില്ല. 50-ാം അധ്യായത്തിൽ ചേട്ടന്മാരെ നന്നായിട്ടില്ല. 50-ാം അധ്യായത്തിൽ അപ്പം മരിച്ചപ്പോൾ ചേട്ടന്മാര് പറഞ്ഞു, ഈ ഇവൻ ഇനി നമ്മളെ എന്തേലും ചെയ്യും എന്നുള്ള ഒരു മട്ടിൽ നിൽക്കുമ്പോൾ, ഇല്ലില്ല, അപ്പോഴും പറയുന്നത്, നിങ്ങൾ ദോഷം വിചാരിച്ചെങ്കിലും ബഹുജനത്തിന്റെ രക്ഷയ്ക്കായി ദൈവം നന്മയാക്കി. യോസേഫ് കംപ്ലീറ്റ്ലി ക്ഷമിച്ചു. അതാണ് ഒന്നാമത്തെ പോരാട്ടത്തെ യോസേഫ് മനസ്സിൽ ജയിച്ചു. രണ്ടവര് നേരിട്ട് വന്നപ്പോൾ അപ്പോഴും ജയിച്ചു. കാരണം അത് താൻ പൂർണ്ണമായി വിട്ടുകളഞ്ഞു. ഇനി രണ്ടാമത്തെ പോരാട്ടത്തിലേക്ക് ഞാൻ വേഗം പറഞ്ഞ എൻ്റെ വാക്കുകളെ ആ രണ്ടാമത്തെ പോരാട്ടത്തിന്റെ പരിഹാരം പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുക. देखिए ये बातें जब भी हम लोग देखते हैं, दिल से तो यूसुफ ने माफ किया, लेकिन जब भाई लोग सामने उसके सामने आए, तब भी यूसुफ ने माफ किया कर कर हम लोग देख सकते हैं उसका चैप्टर 50 में। तो कहने का मतलब ये है कि दिल से खाली नहीं, बल्कि सामने भी यूसुफ ने उसे माफ किया और वो उन्होंने किया वो बातों को भूल गया कर कर देखते हैं। इसी तरह पहला प्रॉब्लम का सॉल्यूशन यूसुफ ने किस तरह किया, दिल से अपने भाइयों को माफ करके। दूसरा രണ്ടാമത്തെ विषय രണ്ടാമത്തെ വിഷയം എന്താ? വേർപാട് ലോകത്തിന്റെ സ്വാധീനമാണ്. അവിടെയാണ് രണ്ടാമത്തെ പുത്രൻ ജനിച്ചപ്പോൾ എന്താണ് യോസേഫ് പറയുന്നത്? ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ തെളിവ് അതാണ്. യോസേഫ് പറയാണ്, സങ്കടദേശത്ത് എന്തോ മിസ്രൈമിന്റെ പേരെന്താ? നാട്ടിൽ കപ്പലണ്ടി വിറ്റോണ്ട് നടന്നവൻ ഇപ്പോൾ ന്യൂയോർക്കിൽ എത്തിയതുപോലാണ് ആ ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിച്ചവൻ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പറയാണ്, ദിസ് ഇസ് നോട്ട് മൈ പ്രോമിസ്ഡ് ലാൻഡ്, ദിസ് ഇസ് ദ ലാൻഡ് ഓഫ് അഫ്ലിക്ഷൻ. ഇത് വാഗ്ദത്ത നാടല്ല, അല്ലേ? യു കെയിൽ സൂപ്പർ മാർക്കറ്റിൽ ഏറ്റവും എക്സ്പയറിക്ക് അടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഡിസ്കൗണ്ടിൽ മേടിക്കാൻ തെള്ളി നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇതാണ് വാഗ്ദത്ത ദേശം എന്നാണ്. അപ്പൊ നമ്മള് സായിപ്പിന്റെ നാട്ടിൽ പോയി പെട്രോൾ അടിക്കുമ്പോഴും വാൾമാർട്ടിൽ നിൽക്കുമ്പോഴും നമ്മൾ പറയുന്നത് വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റിയെന്നാണ്. പക്ഷേ ഏറ്റവും വലിയ ഔന്നിത്യമെത്ത യോസേഫ് പറയുന്നത് ഇത് വാഗ്ദത്ത ദേശമല്ല, ഇത് സങ്കടദേശമാണ്. ദിസ് ഇസ് നോട്ട് മൈ ഹോം. എൻ്റെ അസ്ഥി പോലും ഞാൻ ഈ ദേശത്തിന് വിട്ടുകൊടുക്കത്തില്ല. ഈ ലോകത്തിലുള്ളവനാണെങ്കിലും ഈ ലോകവുമായിട്ട് ഞാൻ വേർപാട് പാലിക്കുന്നവനാണെന്ന രണ്ടാമത്തെ പുത്രന്റെ സന്ദേശം. देखिए सेकंड बेटा पैदा हुआ, उसका 52 वचन जरा देखिए, 41 का 52 में उस बेटे का नाम एफ्रेम रखा। उसका मतलब क्या है कि मुझे दुख भोगने के देश में परमेश्वर ने फुलाया फलाया है। दुख भोगने के देश, कौन सा देश है, किधर है? यूसुफ को प्रमोशन मिला कर कर हम लोग सोचते हैं, ऐसा सोचने के वक्त यूसुफ अपने बारे में ऐसा नहीं सोचता है, और नहीं तो उस जगह के बारे में यूसुफ ऐसा नहीं सोचता है। उस जगह के बारे में यूसुफ बोलता है कि ये कोई वादा का जगह नहीं है, परमेश्वर ने ये दाख और मधु बहता हुआ जगह करके नहीं यूसुफ बोलता, बल्कि बोलता है कि दुख भोगने के देश है करके यहाँ पर यूसुफ कहता है। कहने का तात्पर्य यह है कि दुनिया के साथ उसका सेपरेशन देखिए, चैप्टर 50 में आएंगे तो यूसुफ कहता है कि मैं अपना हड्डी को भी इस देश में रखूंगा नहीं, बल्कि अपने बाप पिता के वह उस जगह पर मैं लेके जाऊंगा। कहने का मतलब है वो दुनिया से, दुनियाई चीजों से सेपरेट होता हुआ यूसुफ को हम लोग देख सकते हैं। നോക്കിയേ, യോസേഫിന് വെളിപ്പാടുണ്ട്.
താൻ മിസ്രൈമിന്റെ പ്രധാനമന്ത്രിയാണെങ്കിലും തൻ്റെ ഉള്ളിലെ വെളിപ്പാട് എന്താ? ഈ ദേശം എൻ്റെ ദേശമല്ല, ഇവിടെ ഞാൻ പരദേശിയാണെന്നുള്ള വെളിപ്പാടാണ്. ആ വെളിപ്പാടിന്റെ ഒരു വശം കൂടെ കാണിച്ച് ഈ സന്ദേശത്തിന് ഞാൻ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. देखिए, यूसुफ उस देश का प्राइम मिनिस्टर होते हुए भी यूसुफ को एक रेवलेशन है, यूसुफ को एक मुकाशवा है। क्या है मालूम है? ये देश मेरा देश नहीं है, मैं तो परदेसी हूं, मैं इस जगह पर दुख भोगने के देश में हूं, कर कर वो जान गया। നോക്കിയേ, യോസേഫ് ഈ ദേശത്ത് വർധനവ് അനുഭവിക്കുമ്പോഴും യോസേഫ് തന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തനിക്കൊരു നിർബന്ധമുണ്ട്: മിസ്രൈമ്യരോട് ഇടകലർന്ന് പോകരുത്, വംശശുദ്ധി വേർപാടാണ് ആ കുടുംബം നേരിട്ട വെല്ലുവിളി. നമ്മൾ നേരിടുന്ന വെല്ലുവിളി വേർപാടാണ്. ചേട്ടന്മാർ വന്നപ്പോ ചേട്ടന്മാരെ നമുക്ക് വിടാം. അപ്പം വന്നപ്പോ എൻ്റെ അപ്പന് ഒരു നല്ല സ്ഥാനം മിസ്രൈമിന്റെ മന്ത്രിസഭയിൽ ഞാൻ ഒപ്പിച്ചു കൊടുക്കാമെന്നല്ലേ യോസേഫ് പറയുന്നത്. ഫറവോൻ വിളിക്കുമ്പോൾ 46 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കേണ്ട. യോസേഫ് പറയുന്നത്, പോയി ചെന്ന് ഫറവോന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയണം: ഞങ്ങൾ വേറെ ഒരു തൊഴിലിനും കൊള്ളാമെന്നവരല്ല, ഞങ്ങൾ ആടുകളെ മേയ്ക്കുന്ന, പണ്ടൊരാൾ വായിച്ച ഗോപാലനല്ല, ഗോപാലകന്മാർ എന്ന് പറഞ്ഞാൽ ആടുകളെ മേയ്ക്കുന്നവർ, ആ തൊഴിൽ പറയണം. കാരണം എന്താ? മിസ്രൈമ്യർക്ക് അത് അറപ്പാണ്. അതുകൊണ്ട് ഗോഷൻ ദേശം ഇവർക്ക് വിട്ടുകൊടുത്തു. മിസ്രൈമിലെ മന്ത്രിസ്ഥാനമോ മുഖ്യധാരയിലേക്കോ കുടുംബത്തെ പ്രതിഷ്ഠിക്കാതെ മിസ്രൈമിൽ ഒരു വാക്തത്വ നാടിന്റെ എംബസി ഗോഷനിൽ ഉണ്ടാക്കുവാൻ യോസേഫ് ബുദ്ധി ഉപയോഗിച്ചു. കാരണം വേർപാട് വംശശുദ്ധിക്ക് താൻ വില കൊടുക്കുന്നവനായിരുന്നു. देखिए, यूसुफ प्राइम मिनिस्टर था, हो सकता तो उनके पिताजी को या उनके भाइयों को उस स्थानों पर वो लेके आ सकता था, लेकिन ऐसा नहीं किया। अगर हम लोग 46 चैप्टर का 28 से नीचे पढ़ेंगे तो वहाँ पर यूसुफ अपने भाइयों से, पिता से, सबसे कहता है कि राजा को जाकर कहना कि हमें दूसरा कोई काम नहीं आता, हम तो चरवाह हैं, इसलिए हमें गोशन देश देना करके बोलकर मिस्र के लोगों से अलग होकर जीने वाले एक ग्रुप के लोगों को हम लोग देख सकते हैं। कहने का मतलब ये है, अपना हाई पोजीशन में होने के बावजूद भी उस जगह पर अपने भाइयों को, पिता को लेके आने के लिए नहीं देखा, बल्कि दुनिया से, मिस्र से सेपरेट होकर जीने के लिए यूसुफ ने देखा कर हम देख सकते हैं। പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ യോസേഫിനെ അറിയാത്തൊരു ഫറവോൻ വന്നെന്ന് വായിക്കുന്നു. ഞാൻ പണ്ടൊക്കെ ചിന്തിച്ചു ഇത് എങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെയാ മനസ്സിലായത്, സ്വന്തം വീട്ടിലെ ഒരാളെ പോലും മിസ്രൈമിന്റെ മുഖ്യധാരയിലേക്ക് ഇറക്കി വിടാതെ വേർപാടിന്റെ മതിൽ യോസേഫ് പണിഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മിസ്രൈം ദേശത്ത് മൊത്തം ഇരുട്ടായപ്പോഴും യോസേഫ് ഉണ്ടാക്കിയ ആ വേർപാടിന്റെ താവളമായ ഗോഷനിൽ ഇരുട്ട് വ്യാപരിച്ചില്ല. കാരണം എന്താ? വേർപാടാണ് ആ കുടുംബത്തെ 400 വർഷം അടിമ വീട്ടിൽ വർദ്ധിച്ച് ഒരു ജാതിയാക്കി പുറത്തു കൊണ്ടുവരുവാൻ കാരണം വേർപാടിന് വേണ്ടി യോസേഫ് കൊടുത്ത വിലയാണ്. എൻ്റെ സന്ദേശത്തെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് ഈ സഭ, ഇന്നത്തെ വംശം, ഇന്നത്തെ കുടുംബം, ഇന്നത്തെ സ്ത്രീയുടെ സന്തതിയാകുന്ന സഭ, ക്രിസ്തുവിന്റെ വാഗ്ദത്തത്തിന്റെ അവകാശികളായ നാം വേർപാടിന് വേണ്ടി നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. देखिए, करूज 1:8 में, निर्गमन 1:8 में वहां पर हम देख सकते हैं कि वहां पर एक राजा उत्पन्न हुआ जो यूसुफ को नहीं जानता था। मैं पहले जब पढ़ने के वक्त मैं सोचता, ऐसा कैसा हो सकता है, यूसुफ को नहीं जानने वाला राजा कैसा आया? तो हम लोग जब भी पढ़कर आते हैं तो हमें पता चलता है यूसुफ ने अपने भाइयों को, पिता को या किसी को भी उस पोजीशन में नहीं लेके आया। कोई भी उसे नहीं जानता था, क्योंकि यूसुफ ने अपने परिवार को और अपने जीवन में एक सेपरेशन का दीवार को खड़ा किया था। दुनिया के साथ, मिस्र के साथ उसका कोई मिलना जुलना नहीं था। इसके लिए मिस्र में एक ऐसा एक जनता को तैयार किया जो आगे चलकर जो मसीहा के लिए तैयार होने वाला एक झुंड होकर वहां पर खड़े हुए। कहने का मतलब है, आज कलीसिया जो खुदावंद यीशु मसीह के नस्ल है, वो भी सबसे ज्यादा फेस करता हुआ बात यह है कि सेपरेशन, दुनिया से अलग होने का बात, दुनिया के जैसा बनने के लिए बहुत टेम्पटेशन आता है, उससे सेपरेट होने कर जीने के लिए प्रभु हमें बुलाता है। യാക്കോബിന്റെ വംശപാരമ്പര്യം നേരിട്ട എല്ലാ വെല്ലുവിളികളെയും ഈ കുടുംബം അതിജീവിച്ചതുപോലെ ഇന്നത്തെ സഭ, ഉള്ളിലുള്ള ഐക്യതയില്ലായ്മ, വേർപാട് നഷ്ടമാകുന്ന പുറത്തെ പോരാട്ടം,
വചനത്തിന്റെ ദൗർലഭ്യത, ഈ പോരാട്ടങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ ദൈവം കൃപ തരുവാൻ മതിയായതാണ്. യോസേഫിനെ പോലെ വെളിപ്പാടുള്ളവർ സഭയ്ക്കുള്ളിൽ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. यूसुफ का परिवार किस तरह उनके सामने आए हुए तीन बड़े मुश्किलात को किस तरह वो लोग ने जीता, यूसुफ ने किस तरह जीता करके हमने देखा है कि नहीं। सबसे पहला हमने देखा कि किस तरह वो अकाल आया था, खाने का अकाल। आज कलिसिया में सबसे बड़ा अकाल फमाइन जो है प्रभु का वचन नहीं है। तो इसके लिए कलिसिया एकजुट होकर प्रभु के वचन को, प्रभु के वचन कलिसिया में प्रोक्लेम करने के लिए हम लोग एक साथ खड़े हो जाए। सेपरेशन, दूसरी बात हमने देखा, सेपरेशन, दुनिया से सेपरेट होना है, दुनियादारी से हमें सेपरेट होकर सेपरेशन का दीवार को जो है हमें खड़ा करना है। वैसा यूसुफ ने जिस तरह किया उस तरह आज के नए नियम की कलीसिया भी करने के लिए प्रभु हम सब लोगों को शक्ति और सामर्थ्य दे। इस वचन से प्रभु हम सब लोगों को आशीष दे। हाथ उठाकर हम प्रभु को धन्यवाद करेंगे। प्रभु के वचन आज हमसे बड़े क्लियरली बात किया, इसे और क्लियरली कुछ बात करने के लिए नहीं है। हमारे जीवन को प्रभु के हाथों में समर्पित करें। जिस तरह प्रभु के दास ने प्रभु के वचन के जरिए से हमें सुनाया, दिल के अंदर से हमें माफ करना है। किसी को भी अगर हमने माफ नहीं किया, दिल के अंदर क्रोध, विरोध दिल के अंदर रखा है, उसे जिस तरह प्रभु के दास ने कहा, कॉल करे या आज नहीं तो कल बात करे, दिल से माफ करे और रिकंसाइल हो जाए, मेल मिलाप में आए, मेल मिलाप में आए। क्रोध को रखकर नए साल में नहीं जाना, क्रोध को रखकर आगे नहीं जाना। मेल मिलाप में आने के लिए प्रभु हमसे कह रहा है। दुनिया से अलग होकर जीने के लिए प्रभु हमसे कह रहा है। सेपरेट होकर जीने के लिए कह रहा है। परमेश्वर का वचन दोधारी तलवार के जैसा है जो हमारे हृदयों को चीर कर जाता है। प्रभु का वचन हमसे बात कर कर उसे मैं नहीं सुना, ये मेरे लिए नहीं था करके बोलकर नहीं जाना, बल्कि प्रभु जी ये वचन मेरे लिए था बोलकर जो जीवन में लेके आने का, रूपांतरों को लेके आने के लिए परमेश्वर के हाथों में अपने आप को समर्पित करके प्रार्थना करेंगे। अनुरा ब्रदर प्रार्थना करेंगे, बेनेडिक्शन देंगे। प्रभु के दास के लिए भी प्रार्थना करेंगे, उनके सेवकाई के लिए, उनके परिवार के लिए प्रार्थना करेंगे और बहुत अधिकाई से परमेश्वर उन्हें इस्तेमाल करने के लिए अनेक लोगों को परमेश्वर के वचन के वेदों को खोलकर प्रभु की ओर उन्हें लौटा के लेके आने के लिए प्रभु ने सहायता देने के लिए हम लोग प्रार्थना करेंगे। मिलकर हम लोग सब लोग प्रभु के दास के लिए प्रार्थना करेंगे। प्रार्थना करके बेनेडिक्शन देंगे। हालेलुया, धन्यवाद करते हैं परमेश्वर फिर एक बार इस अच्छे समय के लिए। परमेश्वर आपके वचन से, आपके दास के ज़रिए से परमेश्वर आज हमारे कलीसिया में या फिर हमारे जीवन में होने वाली शैतानी जो चालाकी है, शैतान जिस तरह से चालाकी से हमें गिराने के लिए देखता है, परमेश्वर कलीसिया को गिराने के लिए देखता है। हर एक विश्वासी भाई बहन के बीच में वो एनमिटी पैदा करता है और किस तरह से वो कलीसिया को तोड़ने की कोशिश करता है, इस बातों को आज हमने आपके दास के ज़रिए से सुना। परमेश्वर किस तरह से आपने यूसुफ के ज़रिए से ये सब बातें उसके जीवन में हुई, लेकिन फिर भी वो उस पर जीत पा सका। परमेश्वर आपकी दया, आपकी कृपा, आपका अनुग्रह उस पर था। परमेश्वर वही उसके लिए हम प्रार्थना करते हैं परमेश्वर की आज जबकि आपका वचन हमें इस बात के लिए चिताता है या चेतावनी देता है, हमें आगाह कर रहा है। परमेश्वर हमें भी अपने आप को परमेश्वर आपके उस वचन के अनुसार अपने आप को स्थिर करना है, अपने आप को शैतान की किसी भी चाल चालाकी के आगे अपने आप को गिरने से रोकना है। परमेश्वर अपने आप को जो है पवित्र आत्मा के सामर्थ्य से भरना है और पवित्र आत्मा की चलाए हमें चलना है परमेश्वर, ताकि हम शैतान की कोई भी चालाकी में परमेश्वर हम गिरे नहीं। परमेश्वर अपने भाइयों से और अपने पूरे कलीसिया से परमेश्वर हमारे बीच में कोई भी आपसी मुटाव होने के लिए नहीं देना। परमेश्वर कोई भी अगर ऐसी कोई बात हुई है किसी के बीच में भी, परमेश्वर एक दूसरे को माफ़ करने के लिए आप दिल देना, समझ देना परमेश्वर, क्योंकि ये सब शैतान की चालाकी है। इस बात को समझकर हमें जो है
शैतान को कामयाब होने के लिए नहीं देना है परमेश्वर। और जिस तरह से आप चाहते हैं कलीसिया एकजुट होकर रहे, यूनिटी में रहे परमेश्वर, और साथ ही साथ दुनिया को किसी भी रीति से परमेश्वर दुनिया को अंदर आने के लिए नहीं देना है अपने जीवन में या फिर कलीसिया में परमेश्वर। और ये आने वाले साल में परमेश्वर हमें बहुत ही चौकन्ना रहना है, क्योंकि शैतान जो है इसी बात को देखता है कि किस तरह से प्रभु की कलीसिया को गिराया जाए परमेश्वर। धन्यवाद देते हैं फिर एक बार, आपने अपने वचन के ज़रिए से, अपने दास के ज़रिए से परमेश्वर हमसे बात की, हमारे कलीसिया के लिए, अपने सभी भाई बहनों के लिए परमेश्वर ये प्रार्थना करते हैं परमेश्वर, और आपके दास के लिए प्रार्थना करते हैं खास, आप उनको और आशीष देना परमेश्वर, आपके वचन की और गहराई समझ जिस तरह से आपने उन्हें दी है परमेश्वर, और आगे लोगों से बात करने के लिए बहुतायत से और कलीसिया में बात करने के लिए बहुतायत से आप उन्हें इस्तेमाल करें, ऐसा हम प्रार्थना करते हैं। उनके पारिवारिक जीवन के लिए भी प्रार्थना करते हैं परमेश्वर, और साथ ही साथ उनकी मिनिस्ट्री के लिए भी प्रार्थना करते हैं परमेश्वर। अपना अनुग्रह से आप उन्हें चला देना परमेश्वर। सारा आदर जलाल महिमा हम आपको देते हैं, यीशु के नाम से प्रार्थना मांगता हूँ, सुनो ग्रहण कर पिता, आमीन। आइए बेनेडिक्शन को लेंगे। अब हमारे पिता का प्यार, पुत्र की करुणा, पवित्र आत्मा की सहायता और सुभाग्यता हमारे साथ, हमने दुआ किया हुआ हर एक बातों के साथ प्रभु यीशु मसीह के दूसरे आगमन तक होता रहे, आमीन। प्रेज लॉर्ड। कल ठीक 8:30 बजे हम लोग प्रार्थना करके शुरू करेंगे। सारे लोग समय पर जुड़ना। गॉड ब्लेस यू ऑल। थैंक यू पास्टर एलबी फॉर शेयरिंग गॉड्स वर्ड। प्रेज लॉर्ड। प्रेज लॉर्ड फरहान ब्रदर। Praise the Lord, sir. Thank you. गॉड ब्लेस यू ऑल।